ഹലോ, എല്ലാവർക്കും നമസ്കാരം. നല്ല ചൂടുകാലമൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയതും കൂടാതെ ഇനിയിപ്പോൾ നോമ്പിൻ്റെ ടൈമൊക്കെ അപ്പോൾ നോമ്പ് തുറയുടെ സമയത്ത് കഴിക്കാനൊക്കെ പറ്റിയതുമായിട്ടുള്ള ഒരു 3 തരം ലസ്സിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത്. ഒരു മാംഗോ ലസ്സി, ഒരു പിസ്ത ലസ്സി, കൂടാതെ ഒരു സാഫ്രൺ ലസ്സി. ഭയങ്കര ടേസ്റ്റിയാണ്. മൂന്ന് ഫ്ലേവറും ടേസ്റ്റുമായിട്ടുള്ള ലസ്സീസാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് മാംഗോ ലസ്സിയാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ മാങ്ങാക്കാലമൊക്കെ അല്ലേ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മാങ്ങയ്ക്ക് കളർ മാത്രമേ ഉള്ളൂ, അധികം മധുരമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മാങ്ങയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അടിച്ചെടുത്ത് വന്നിട്ട് നാരുള്ള മാംഗോ ലസ്സിക്ക് പൊതുവേ നന്നല്ല, നാരില്ലാത്ത മാങ്ങ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടി എടുത്തിട്ട് അടിക്കാം. വെള്ളം ചേർക്കുന്നില്ല. നല്ല തിക്കായിട്ടുള്ള ലസ്സിയാണ് മാംഗോ ലസ്സി. മധുരം കുറവായതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കിയതിന് ശേഷം മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഇത്ര തിക്നെസ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെവി ആയിരിക്കും മാംഗോ ലസ്സി പൊതുവെ, പക്ഷെ നല്ല കൂളിംഗ് ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാംഗോ പീസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിരിക്കും ഈ മാംഗോ ലസ്സി. കറക്റ്റായിട്ട് മാംഗോ കാലത്ത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അടുത്ത ലസ്സി ഒരു വെറൈറ്റി ലസ്സിയാണ്. പിസ്ത കൊണ്ടുള്ള ലസ്സി കേട്ടോ. പിസ്തയ്ക്കായിട്ട് എന്താ കളറില്ലാത്ത വിചാരിക്കേണ്ട, കളറൊന്നും ചേർത്താത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു സൂപ്പർ വെറൈറ്റി ലസ്സി, പിസ്ത ലസ്സി. അതിനായിട്ട് ഇതാ തോല് കളഞ്ഞ ഒരു 10 പിസ്ത എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം. ഇനി നമുക്ക് ലസ്സി ഉണ്ടാക്കാനായിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് 1 കപ്പ് അധികം പൊടിയില്ലാത്ത തൈര് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആ പിസ്തയുടെ പൊടി നന്നായി പൊടിക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ തരിന്ന് കിടന്ന് നമുക്കത് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടായി മാറും. ഒരു 2 ടേബിൾ സ്പൂണോളം പിസ്തയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ്. 2 മുതൽ 3 ടീസ്പൂൺ ഷുഗർ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഇത് കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് ഞാൻ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൈറ്റാക്കിയിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രിങ്ക് ആയിട്ടല്ല അത് കുടിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വെള്ളം ഒഴിക്കാതെയും ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിനെ ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട ഈ ലസ്സി ഉണ്ടാക്കാനായിട്ട്. എന്നാൽ റിഫ്രഷിങ്ങും ഇതാണ്. നോമ്പ് തിരക്കൊക്കെ ഉപയോഗിക്കാം നിങ്ങൾക്ക്. അതല്ലെങ്കിൽ ഈ സമ്മർ സ്പെഷ്യലായിട്ടും ഉണ്ടാക്കാം. കുറച്ച് പിസ്തയും കൂടി മുകളിലിട്ടിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മടിക്കണ്ട കേട്ടോ. കുറച്ച് പിസ്തയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കൂ. അടുത്ത ലസ്സി സാഫ്രൺ ലസ്സിയാണ്. കുങ്കുമപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലസ്സി. ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. സാഫ്രൻ്റെ ടേസ്റ്റൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു പിഞ്ച് സാഫ്രൺ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വാം ആയിട്ടുള്ള മിൽക്കിൽ ചെറിയ ചൂടുള്ള പാലിലിട്ട് വെക്കണം കേട്ടോ. ഇനി നമ്മൾ ലസ്സി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സ്ഡ് ബ്ലെൻഡറിലേക്ക് 1 കപ്പ് പുളിക്കാത്ത തൈരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ പാലിൽ സാഫ്രൺ ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചിരുന്നു. അതിനാണ് ഇട്ട് കൊടുത്ത് ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടി ഇടുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതും കൂടി ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/8 കപ്പ് വളരെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിനെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 സാഫ്രൻ്റെ ഇതും കൂടി ഇട്ട് കൊടുത്ത് ത്രെഡും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂപ്പർ സാഫ്രൺ ലസ്സിയും റെഡി. ഇന്നത്തെ സമ്മർ സ്പെഷ്യൽ വെറൈറ്റി ലസ്സീസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം ഇതുപോലെ തന്നെ. അപ്പം നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.